2025 കർട്ടൻ വീണിരിക്കുകയാണ്. 2026 തുടങ്ങി. 2025 ഇപ്പോൾ മലയാളം സിനിമയുടെ പെർഫോമൻസ് 2024 കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് പൊടിക്ക് താഴെ പോയതായിട്ട് എനിക്ക് തോന്നി. കാരണം 2024 മഞ്ഞുമൽ ബോയ്സ്, ആവേശം, പ്രേമലു, മാർക്കോ, ARM അങ്ങനെ ഇറങ്ങുന്ന പടമെല്ലാം നല്ല ഇടിച്ചിടിച്ച് നിൽക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളായിരുന്നു. 2025 മോശമാണെന്നല്ല, എന്നാലും അത്രയും എത്തിയില്ല എന്ന് എനിക്ക് തോന്നി. സന്തോഷമുള്ള കാര്യം ലാലേട്ടൻ തിരിച്ച് കയറി വന്നു എന്നുള്ളതാണ്. പുള്ളിയുടെ സുപ്രമസി ആയിരുന്നു മൊത്തം. 2025 പുള്ളി അങ്ങ് ഏറ്റെടുത്ത പോലെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന സർപ്രൈസ് ലോക. ഇനി ഇന്ത്യൻ സിനിമയിൽ ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് മലയാളത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് നാളായിട്ട് കാണാതിരുന്ന നിവിൻ പോളിയും തിരിച്ചു വന്നിരിക്കുകയാണ്. രണ്ടായിരത്തി ഇറങ്ങുന്ന പടങ്ങൾ നോക്കിയാൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ 5ാം സ്ഥാനം കത്തനാർ. ഇത് ജയസൂര്യയുടെ പടമാണ്, എല്ലാവർക്കും അറിയാം. ഒത്തിരി ഹൈപ്പുള്ള പടമാണ്. ഇതിനെ ഞാൻ 5ാം സ്ഥാനത്ത് നിർത്തിയതും ഒത്തിരി ഹൈപ്പുള്ളത് കൊണ്ട് കൂടിയാണ്. ഹൈ ബഡ്ജറ്റ് എന്നും പറഞ്ഞ് ഹൈപ്പ് കയറ്റുന്ന മിക്ക പടങ്ങളും കൂപ്പ് കുത്താറുള്ള പതിവുണ്ട്. പക്ഷെ ഇതങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്നാലും പിന്നെയുള്ളത് അതിരടി. ടൊവിനോ, ബേസിൽ ജോസഫ് ഇവരുടെ കോംബോ ഓഫ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളതാണ്, ഓൺ സ്ക്രീനിലും കണ്ടിട്ടുള്ളതാണ്. ഇവർ ഡ്യുവോ വരുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ലിസ്റ്റിൽ വന്നത്. പിന്നെ ഉള്ളത് 3rd പൊസിഷനിൽ ദൃശ്യം 3. അറിയാമല്ലോ, ഇതിനെക്കുറിച്ച് പറയാനില്ല. ദൃശ്യം സീരീസിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ടോട്ടൽ ഇന്ത്യ നോക്കിയിരിക്കുന്ന പടമാണ്. നമ്പർ 2 പാട്രിയോട്ട്. മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാർസും ഒരുമിച്ച് വരുന്ന പടം. പിന്നെ ഫഹദ് ഫാസിലും. എനിക്കറിയാം, ടീസറും ട്രെയിലറും ഒക്കെ കണ്ട് കുറച്ച് ഹൈപ്പ് കുറഞ്ഞ പടമാണ്. അത് തന്നെയാണ് വേണ്ടത്. ഹൈപ്പ് അത്ര വേണ്ട. ഹൈപ്പ് കുറച്ച് കുറഞ്ഞിരുന്നാലേ പടം ജയിക്കുകയുള്ളൂ. അങ്ങനെയാണ് മലയാള സിനിമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങൾ. എക്സാമ്പിൾ തുടരും. പിന്നെ ഉള്ളത് ഞാൻ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന പടമാണ് ചത്തപ്പച്ച. ബിക്കോസ് കഴിഞ്ഞ വർഷം ലോക സീരീസ് ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഇന്ത്യൻ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ചത്തപ്പച്ച ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് WWE തീമാക്കി വെച്ചുള്ള പടം. അത് ഇതുവരെ ഇന്ത്യയിൽ ആരും എടുത്തതായിട്ട് എനിക്കറിവില്ല. ഇതും മഞ്ഞുമൽ ബോയ്സും മാർക്കോ ഒക്കെ കയറിയ പോലെ ടോട്ടൽ നോർത്ത് സൗത്തുകളിലൊക്കെ ഡിസ്കഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന പടമാണ്. അതുകൊണ്ടാണ് ഇത് ടോപ്പ് 1. ഇതിൽ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഇത് ഞാൻ ടോപ്പ് 1 ഇടുന്നത്. അതുപോലെ ഈ സിനിമ ഇറങ്ങുന്നത് ജനുവരി 22. അതുകൊണ്ട് അധികം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. പിന്നെ ടൊവിനോയുടെ ലോക ചാപ്റ്റർ 2 ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താത്തതിന് കാരണം അത് ഈ വർഷം തന്നെ ഇറങ്ങുമെന്ന് വലിയ ഉറപ്പില്ല. ഈ വർഷം ഷൂട്ടിങ് തുടങ്ങും, പക്ഷേ CG ഒക്കെ കഴിഞ്ഞ് മിക്കവാറും അടുത്ത കൊല്ലമായിരിക്കും റിലീസ്. ചാപ്റ്റർ 2 ചാപ്റ്റർ 1 കുറച്ച് അധികം CG ആവശ്യമായിട്ട് വരും. അപ്പോൾ CG ഒക്കെ കഴിഞ്ഞ് മിക്കവാറും അടുത്ത കൊല്ലമായിരിക്കും. പിന്നെ ഇപ്പോൾ AI ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡപ്പായി ഈ വർഷം തന്നെ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.